ബജറ്റിൽ നിർദ്ദേശിച്ച വിദേശ സർവകലാശാല വിഷയം CPM ഉടൻ നടപ്പാക്കില്ല. പാർട്ടിയിലും വർഗ ബഹുജന സംഘടനയിലും മുന്നണിയിലും എതിർപ്പ് ഉയർന്നതോടെയാണ് ഇത്. ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഒരു ചർച്ചയും ഈ വിഷയത്തിൽ പാർട്ടിയിൽ നടന്നിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അറിയിച്ചതോടെയാണ് തുടർ നടപടികൾ നിർത്താൻ തീരുമാനിച്ചത്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാർഷൽ. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു, പിന്നീട് അവരുടെ ഇടയിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രഖ്യാപനത്തിന്റെയൊക്കെ ഭാവി അപ്പോൾ ഇനി എന്താണ്? മോർണിംഗ് മാത്യു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അവർ കൂടുതൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഇതിനകത്ത് വരുന്നത്. കാരണം വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കത്തെക്കുറിച്ച് ബജറ്റ് നിർദ്ദേശമായിട്ടാണ് മുന്നോട്ട് വന്നത്. എന്നാൽ ഈ ബജറ്റ് നിർദ്ദേശം പാർട്ടിയോ വർഗ ബഹുജന സംഘടനകളോ ഇടതുമുന്നണിയിലെ മറ്റു കക്ഷികളോ അറിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആക്ഷേപം രൂക്ഷമാകുന്നതോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ച നടത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു നീക്കം തടഞ്ഞു വെക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം 2023 CPM പൊളിറ്റ് ബ്യൂറോ ചേർന്ന സമയത്ത് മോദി സർക്കാർ വിദേശ സർവകലാശാലയെ കൊണ്ടുവരുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയം വന്നപ്പോൾ അന്ന് UGCയും കേന്ദ്ര സർക്കാരും നടപ്പാക്കുന്ന രീതികൾക്കെതിരെ ശക്തമായ വിമർശനമായിരുന്നു CPM പൊളിറ്റ് ബ്യൂറോ സ്വീകരിച്ചിരുന്നത്. അത്തരമൊരു തീരുമാനമെടുത്തതിന് ശേഷം ഇത്തരമൊരു നയമാറ്റം ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദേശ സർവകലാശാലകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ബജറ്റിൽ നിർദ്ദേശമായി വന്നെങ്കിലും അതൊന്നും തന്നെ തൽക്കാലത്തേക്ക് നടപ്പാക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം CPM നേതൃത്വത്തിൽ ഉണ്ടാകില്ല. മോത്തി.